ഹായ് ഗൈസ്, ഇന്നത്തെ പരിപാടി എന്താ പറയുക, നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടൊരു ദിവസമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ബൈക്ക് ഡെലിവറി ഡേ ആണെന്ന്. നമ്മൾ ഏകദേശം ഒരു ഒന്നര ഒരു വർഷത്തോളം ആയിട്ടുണ്ട് ഇതിന്റെ പിന്നാലെ. ഏത് വണ്ടി എടുക്കും, എങ്ങനെ എടുക്കും ഒക്കെ അതിന്റെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വണ്ടി ഏതാന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ എക്സ്പൾസ് നോക്കി. എക്സ്പൾസിന്റെ പിന്നെ റിവ്യൂ ഒക്കെ കണ്ടപ്പോൾ തന്നെ ഫുള്ള് കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വണ്ടിക്ക്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പിന്നെ അതിന് ശേഷമാണ് നമ്മുടെ ഡിസംബറിലേക്കാണ് നമ്മുടെ അപ്പാച്ചി ഇറങ്ങിയത്. പക്ഷെ ഡിസംബറിൽ നമ്മൾ ബുക്ക് ചെയ്തില്ല. നമ്മൾ ബുക്ക് ചെയ്തത് മാർച്ചിലായിരുന്നു. ഇന്ന് ഏപ്രിലായിപ്പോ. അപ്പൊ മാർച്ചിലായിരുന്നു നമ്മൾ വണ്ടി ബുക്ക് ചെയ്തത്. അപ്പൊ മാർച്ചിൽ ബുക്ക് ചെയ്തവർക്കൊക്കെ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആ റേഞ്ചിലേക്കാണ് വണ്ടി കിട്ടുന്നത്. പിന്നെ ബുക്ക് ചെയ്തവർക്കൊക്കെ നല്ല വെയിറ്റിംഗ് പീരീഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ക്ഷമ ഇല്ലാത്തതുകൊണ്ട്, വെയിറ്റ് ചെയ്ത് നിൽക്കാനുള്ള ക്ഷമ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ റോയൽ എൻഫീൽഡിന്റെ വണ്ടി എടുത്തത്. അപ്പോൾ ഇന്നിപ്പോൾ അതിന്റെ ഡെലിവറിയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ഒരു കസിനും ഉണ്ട്. അപ്പോൾ കസിനാണ് ഇന്ന് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇടാനുള്ള റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മളൊരു ഡെലിവറി വീഡിയോ ചെയ്യാനുള്ള ഒരു പ്ലാൻ കൂടി ഉണ്ട്. അപ്പൊ അതിനൊക്കെ കൂടിയിട്ടാണ് ഇപ്പൊ നമ്മുടെ ഹെൽമെറ്റ് ഒക്കെ ബാക്കിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വണ്ടി എടുക്കുന്നത് നമ്മുടെ കുന്നോളത്താണ്. നമ്മൾ തൃശ്ശൂർ പുഴയ്ക്കലിലേക്കായിരുന്നു സാധാരണ നമ്മുടെ ഹിജാസിന്റെ വണ്ടിയൊക്കെ എടുത്തിരുന്നത്. നമ്മൾ പുഴയ്ക്കലായിരുന്നു എടുത്തത്. അപ്പൊ നമ്മൾ ഇപ്രാവശ്യം വണ്ടി എടുക്കുന്നത് നമ്മുടെ കുന്നോളം പാറയമ്പാടത്തുള്ള റോയൽ എൻഫീൽഡിൽ നിന്നാണ്. അപ്പൊ അങ്ങനെ ഞാൻ വണ്ടി എടുത്തിട്ട് എന്റെ കസിന്റെ വീട്ടിലേക്ക് വന്നിട്ടാണ് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സമയം 10 മണിയായി. അങ്ങനെ നമ്മൾ ഷോറൂമിൽ എത്തിയപ്പോൾ ഷോറൂമിൽ ഗൊറില്ലയുടെ വേറൊരു കളറ് ഡിസ്പ്ലേക്ക് ഇട്ടിട്ടുണ്ട്. ഈ കളർ കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ഈ വണ്ടിയുടെ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിയ ഗറില്ല എപെക്സ് റെഡ് ദേ ഇവിടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് അവർ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ വാങ്ങിയ വണ്ടി ഗൈസ്. അപ്പോൾ എങ്ങനെയുണ്ട് വണ്ടി കാണാൻ? നമ്മുടെ ഗറില്ലയും ഈ ഗറില്ലയും തമ്മിലുള്ള വ്യത്യാസം, ഒന്ന് ഹാൻഡില്, പിന്നെ ടയർ, പിന്നെ നമ്മുടെ ബാക്കിലായിട്ട് ഒരു കവിളും വരുന്നുണ്ട്. ഇതിന് ബാർ ആൻഡ് മിററൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അത് വേണമെങ്കിൽ നമുക്ക് അക്സസറീസ് ആയിട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. അങ്ങനെ ഞാൻ ആ വണ്ടി നോക്കിക്കുമ്പോൾ നമ്മുടെ റീൽസിന് വേണ്ടിയിട്ടുള്ള ഷോർട്സ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവന്റെ ഫ്രണ്ട്സും കൂടിയിട്ട്. അപ്പോൾ എന്താ ഉണ്ടായാല് നമ്മുടെ വണ്ടി ഡെലിവറി എടുക്കാൻ പോയപ്പോ എന്താ പറ്റിയ വെച്ചാല് നമ്മുടെ ടെമ്പർ രജിസ്ട്രേഷൻ ഉണ്ടല്ലോ, ടെമ്പർ രജിസ്ട്രേഷനും ഇൻഷുറൻസും ഒന്നും ഇന്ന് റെഡി ആയിട്ടായിരുന്നില്ല. അതായത് നമ്മൾ ഡെലിവറി എടുക്കാൻ പോയപ്പോ റെഡി ആയിട്ടായിരുന്നില്ല. അപ്പൊ കുറച്ച് റീൽസിന് ആവശ്യമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എടുത്തത്. കാരണം വണ്ടി ഷോറൂമിലുള്ളത് കൊണ്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പൊ നമുക്ക് പുറത്തേക്ക് ഇറക്കണമെങ്കിൽ നമുക്ക് TP പെർമിറ്റ് ഇല്ലാണ്ട് എടുക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ കഷ്ടകാലത്തിന് എങ്ങാനും പോലീസുകാരെ പിടിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവുകയാണെന്ന് വെച്ചാൽ പ്രശ്നമാണ്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾക്ക് രജിസ്ട്രേഷൻ ഇല്ലാണ്ട് നമുക്ക് അതായത് റോഡിൽ വണ്ടി ഇറക്കാൻ പറ്റില്ല. അതൊരു റൂളാണ്. അപ്പൊ നമ്മൾ റൂളൊക്കെ പാലിച്ചാലേ പറ്റൂ. അപ്പൊ ഇന്ന് എനിക്ക് തൃശ്ശൂർ വരേണ്ട ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ തൃശ്ശൂരാണ് ഉള്ളത്. തൃശ്ശൂർ നമ്മുടെ ഷൊർണൂർ റോഡിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. അപ്പോ മോസ്റ്റ്ലി നമ്മൾ ഇന്ന് ഡെലിവറി എടുക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മൾക്ക് ഇവിടുന്ന് ഗുരുവായൂർ എത്തണം. ഗുരുവായൂരിൽ നിന്ന് നമ്മൾ നിന്നിട്ട് ജീവനെ, അതായത് എന്റെ കസിനെ എടുത്തിട്ട് നമുക്ക് ഷോറൂമിൽ പോകണം. അതാണ് പ്ലാൻ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം, ഇന്ന് ഡെലിവറി എടുക്കുമോ നാളെ ഡെലിവറി എടുക്കുമോ നമുക്ക് എന്തായാലും നോക്കാം. മോസ്റ്റ്ലി ഞാൻ ഇന്ന് ഡെലിവറി എടുക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ നമ്മള് എത്തിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോ പിന്നെ അവിടെ ഷൂട്ട് ചെയ്യാനുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ പോയിന്നുണ്ടായാലും പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോസും രസം ഉണ്ടാവില്ല കാണാൻ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഇന്നലെ വിചാരിച്ച പോലെ തന്നെയായി. കാരണം നമുക്ക് ഇന്നലെ വണ്ടി കിട്ടിയില്ല. അപ്പൊ നമ്മുടെ വണ്ടിയുടെ ടാക്സ് ഇന്നലെ അടയ്ക്കാൻ പറ്റിയില്ല. അപ്പൊ നമ്മൾ ഇന്നാണ് പോണത് ഇപ്പൊ വണ്ടി ഡെലിവറി എടുക്കാൻ. ഇന്നിപ്പോ ചൊവ്വാഴ്ച, ഇന്നലെ തിങ്കളാഴ്ച, ചൊവ്വാഴ്ച സമയം ഏകദേശം 4 മണിയായി. ഈവനിങ്ങിലാണ് നമ്മൾ പോണത്. അപ്പൊ ഞാനിപ്പോ ഇന്നലെ സെയിം ഷർട്ട് തന്നെ ഇട്ടാണ് ഇരിക്കുന്നത്. കാരണം വെച്ചാൽ നമ്മൾ ഇന്നലെ വണ്ടിയുടെ അതായത് കുറച്ച് വീഡിയോ ചെയ്തിരുന്നു. നമ്മൾ ഈ വണ്ടിയുടെ മുകളിലത്തെ മറ്റേ തുണിയൊക്കെ എടുക്കണ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ ഈ ഷർട്ട് എടുത്തത്. അപ്പൊ എന്തായാലും നമ്മൾ ഈ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കുമ്പോ സെയിം ഷർട്ട് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ ഷർട്ട് തന്നെ എടുത്തത്. Morning comes too early, hands already warm, working for a better day, trying to keep me warm. Boss man count his tally, we just count our turn. Fair don't come easy, I had to stand and fight for mine.
അപ്പോൾ കഴിച്ച് ഇതേ നമ്മുടെ വണ്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇന്നലെ ഡെലിവറി കഴിഞ്ഞ് ഇന്ന് രാവിലെ പോയിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് വണ്ടി പൂജിച്ചിട്ട് നേരെ കൊടുന്ന് വെച്ചുള്ള. പിന്നെ ഞാൻ എവിടേക്കും പോയിട്ടൊന്നുമില്ല. വണ്ടി മൊത്തത്തിൽ വേറെ ലെവലിൽ ലുക്കാണ് കേട്ടോ. ലുക്കിൻ്റെ കാര്യത്തിൽ എനിക്ക് വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. വണ്ടിയുടെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്തിട്ട് പറയണേ. അതുപോലെ തന്നെ നമ്മുടെ വണ്ടി പാകുകൂടി ഞാനൊരു 30 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. ഇന്നലെ ആകെ കൂടി ഷോറൂമിൽ നിന്ന് എടുത്ത് വന്നു. പിന്നെ അമ്പലത്തിൽ പോയി, അല്ലാണ്ട് വേറെ നമ്മൾ എവിടെയും പോയിട്ടില്ല. നാളെ നമ്മളൊരു റൈഡ് പോകുന്നുണ്ട്. അപ്പോൾ ആ റൈഡ് പോയി നമ്മുടെ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് അറിയാം. ഇന്നലെ വരുമ്പോൾ തന്നെ നമുക്ക് എഞ്ചിൻ്റെ മുകളിൽ കുറച്ച് ചൂടൊക്കെ കിട്ടി. അത് ശരിക്കും നമ്മുടെ ഫസ്റ്റ് സർവീസ് കഴിയാത്ത കാരണമായിരിക്കാം. അത്യാവശ്യം ചൂടുണ്ടായിരുന്നു കുന്നോളത്ത് ട്രാഫിക്കിലൊക്കെ പെട്ടപ്പോൾ. എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഈ വണ്ടിയെ കുറിച്ചുള്ള എക്സ്പീരിയൻസിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് അങ്ങനെയായിരുന്നു നമ്മുടെ ഡെലിവറി ഒക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. കാരണം നമുക്ക് ഞാൻ അവിടെ ചെന്നുകൊണ്ട് തന്നെ വണ്ടി കണ്ടതുകൊണ്ടിട്ട് ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയി. അതായത് നമ്മൾ 3 ദിവസം, അതായത് തിങ്കളാഴ്ച നമുക്ക് പോയിട്ട് വണ്ടി കിട്ടിയില്ല. അതായത് നമ്മുടെ ടാക്സിന്റെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം നമുക്ക് വണ്ടി കിട്ടിയില്ല. പിന്നെ നമ്മൾ ചൊവ്വാഴ്ച ഇന്നലെ വൈകിട്ടാണ് വണ്ടി എടുത്തത്. അപ്പൊ നമ്മള് വണ്ടി ഇന്ന് രാവിലെയാണ് നമ്മൾ പൂജ ചെയ്തത്. അപ്പൊ നമ്മള് രാവിലത്തെ പൂജയും കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിലായിരുന്നു കേട്ടോ. ഈ നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിലായിരുന്നു നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ കിഴക്കേ നടക്കിൽ വെച്ചിട്ട് നമ്മൾ വണ്ടിക്ക് പൂജ ചെയ്തത്. അപ്പൊ കാര്യം നമ്മള് ഇത്രയൊക്കെ തന്നെ ഈ നമ്മുടെ ഡെലിവറി വീഡിയോ ഉള്ളൂ. അപ്പൊ നാളെയാണ് നമ്മൾ റൈഡ് പോകേണ്ടത്. അതിരപ്പള്ളി വഴിക്ക് അങ്ങനെ പിടിക്കാന്നാണ് ഒരു പ്ലാന്. അപ്പൊ നമുക്ക് എന്തായാലും പോയി നോക്കാം. അപ്പൊ കാര്യം നമ്മുടെ ഡെലിവറി വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ വീഡിയോ കണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ഇവിടുന്ന് നമ്മുടെ തുടർന്ന് നമ്മുടെ ബൈക്കായിട്ടുള്ള കുറച്ച് വീഡിയോസ്, കുറച്ചധികം വീഡിയോസ് വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ വീഡിയോ കണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കൂടെ കാണാം.